ഹലോ, ഇന്ന് നമുക്ക് 12th നൈറ്റിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കൈസസ് മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റീസ് ആൻഡ് ഡിസ്കൈസസ് ഇൻ ദി 12th നൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പാർട്ടാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ വരുന്നൊരു സ്റ്റോറി ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ വയോള ആൻഡ് സെബാസ്റ്റ്യൻ ദേ വെർ ഐഡൻറ്റിക്കൽ ട്വിൻസ്. അവർ കാണാൻ ഒരുപോലെ ഇരിക്കുന്ന ട്വിൻസാണ്. അവരൊരു ഷിപ്പ്റെക്ക് സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ വയോള മാത്രം ഇലാരിയ കോസ്റ്റിൽ വരുന്നു, അകപ്പെടുന്നു. പക്ഷേ സെബാസ്റ്റ്യൻ മുങ്ങിപ്പോകുന്നു. അപ്പോൾ ഇവൾ വിചാരിക്കും സെബാസ്റ്റ്യൻ മരിച്ചു പോയിന്ന്. അപ്പോൾ ഈ ഒരു അൺനോൺ ആയിട്ടുള്ള പ്ലേസിൽ ഒറ്റയ്ക്ക് ഒരു ഗേളായിട്ട് ജീവിക്കുന്നത് പ്രാക്ടിക്കൽ അല്ല എന്ന് വിചാരിക്കുന്നുണ്ട് അവൾ. അങ്ങനെ അവളുടെ ക്യാപ്റ്റൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു ബോയ് ആയിട്ട് മാറുകയാണ്. ദെൻ ഒരു ബോയ് ആയിട്ട് മാറുന്ന സമയത്ത് അവൾ സെസാരിയോ എന്നുള്ള നെയിമിൽ ഒരു ബോയ് ആയിട്ട് മാറുന്നു. ദെൻ അവൾ എന്ത് ചെയ്യുകയാണ്, അവിടുത്തെ ഡ്യൂക്കായിട്ടുള്ള ഒറിസിനോൻ്റെ കോർട്ടിൽ പേജ് ബോയ് ആയിട്ട് നിൽക്കുന്നു. പേജ് ബോയ് ആയിട്ട് ഒറിസിനോൻ്റെ കോർട്ടിൽ അവൾ ജോലിക്ക് പ്രവേശിക്കുന്നു. അവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റീസും ഡിസ്കൈസസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിനായിട്ട് ഇതിൽ ഡിസ്കൈസസ് വരുന്നത് നമ്മുടെ വയോള സെസാരിയോ ആയിട്ട് മാറുന്ന സംഭവമാണ്. അവൾ സെസാരിയോ ആയിട്ട് മാറുമ്പോൾ നമ്മുടെ സെബാസ്റ്റ്യനെ പോലെയാണ് ആവുന്നത്. സെബാസ്റ്റ്യൻ അവളുടെ ട്വിൻ ബ്രദറാണ്. അപ്പോൾ അവൾ സ്വാഭാവികമായിട്ട് ഒരു പുരുഷനായിട്ട് വേഷം മാറുമ്പോൾ അവൾക്ക് ഏകദേശം സെബാസ്റ്റ്യൻ്റെ അതേ ചായ വരുന്നുണ്ട്. പിന്നീട് ഈ പ്ലോട്ട് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെബാസ്റ്റ്യൻ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഈ ആരൊക്കെയായിട്ട് ബന്ധത്തിൽ പെട്ടിട്ടുണ്ടോ അവരൊക്കെ വിചാരിക്കും സെബാസ്റ്റ്യൻ തിരിച്ചു വരുമ്പോൾ ഇത് സെസാരിയോ ആണെന്നാണ്. അങ്ങനെയാണ് ഇതിനൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. പക്ഷേ സിമ്പിളാണ്. നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ വയോളയാണ് സെസാരിയോ ആയിട്ട് മാറുന്നത്. സെസാരിയോയുടെ ഒറിജിനൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വയോളയാണ്. അവളുടെ ട്വിൻ ബ്രദറാണ് സെബാസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പ്ലോട്ട്. ഇനി സെസാരിയോ ഒറിസിനോൻ്റെ കോർട്ടിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നല്ലൊരാളെ കിട്ടിയില്ലേ. അപ്പോൾ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒറിസിനോക്ക് സെസാരിയോനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എന്താ വെച്ചാൽ ഭയങ്കര വിശ്വസ്തനായിട്ടുള്ളൊരു പണിക്കാരനെ കിട്ടിയ ഒരു സന്തോഷത്തിനാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, ഒലീവിയനെ തന്നെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്, നമ്മൾ പണ്ട് ചെറിയ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ മിഠായിയൊക്കെ കൊടുത്തിട്ട് അവളോടൊന്നും ഇഷ്ടമാണോ എന്നൊക്കെ പറയില്ല. അതുപോലെ നമ്മുടെ സെസാരിയോനെ അവളുടെ കോർട്ടിലോട്ട് പറഞ്ഞയക്കുകയാണ്. അവളാണെങ്കിൽ അവളുടെ അച്ഛനും ആങ്ങളെയും മരിച്ച സങ്കടത്തിൽ ഇനി ഇത്ര വർഷത്തിന് ആരെയും കാണൂല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്, മോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എന്ത് ചെയ്യും, സെസാരിയോനെ അങ്ങോട്ടേക്ക് വിടും. അപ്പോൾ സെസാരിയോ അതിന് വേണ്ടി അങ്ങോട്ട് പോകും. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. നമ്മുടെ ഒലീവിയ ഫാൾ ഇൻ ലവ് വിത്ത് സെസാരിയോനെ ഏറ്റവും ഇഷ്ടത്തിലാവും. പക്ഷെ സെസാരിയോ വയോളയാണോ നമുക്കറിയില്ല. സെസാരിയോനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ഹാൻസം ആയതുകൊണ്ട് തന്നെ അവളൊരു പെണ്ണാണ് അല്ലെങ്കിൽ അവൾ വയോളയാണെന്ന് അറിയാതെ അവളെ ഏറ്റവും ഇഷ്ടത്തിലാവുകയാണ്. സെസാരിയോനെ ഏറ്റവും ഇഷ്ടത്തിലാവും. സെസാരിയോ ആരാണ്, വയോളയാണ്. പക്ഷെ അത് ഒലീവിയയ്ക്ക് അറിയില്ല. അവൾ ഇഷ്ടത്തിലാവണം, നോട്ട് നോയിങ് ഹീ ഈസ് ആക്ച്വലി വയോളയാണെന്ന് അറിയാതെ നമ്മുടെ ഒലീവിയ അവളുമായിട്ട് ഇഷ്ടത്തിലാവുകയാണ്. ഇത് കൺഫ്യൂസ്ഡ് ആവരുത്, ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അത് കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. ദെൻ വയോള സീക്രറ്റ്ലി ലവ്സ് ഒറിസിനോ ബട്ട് കാനോട്ട് റിവീൽ ഹെർ ട്രൂ ഐഡൻറ്റിറ്റി. പക്ഷേ അതിൽ വേറൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. ഇത് സത്യം പറഞ്ഞ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി പോലെയായി. അപ്പോൾ നമ്മുടെ വയോള എന്ന് പറയുന്നത് സെസാരിയോ ആണ്. ആരാണ്, ഒറിസിനോൻ്റെ കോർട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. അവൾക്ക് ശരിക്കും നമ്മുടെ ഒറിസിനോനോട് ഇഷ്ടം തോന്നുകയാണ്. പക്ഷേ ഇവൾ വയോളയാണ്, പെണ്ണാണെന്നൊന്നും നമ്മുടെ ഒറിസിനോയ്ക്ക് അറിയില്ല. അപ്പോൾ ഒരു ട്രയാങ്കിൾ പോലെ ആയില്ലേ. എങ്ങനെ, ഒറിസിനോയ്ക്ക് നമ്മുടെ ഒലീവിയനെ ഇഷ്ടമാണ്, പക്ഷെ ഒലീവിയയ്ക്ക് നമ്മുടെ സെസാരിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയോളേനെ ഇഷ്ടമാണ്, പക്ഷെ നമ്മുടെ വയോളയ്ക്ക് ഒറിസിനോനെ ഇഷ്ടമാണ്. അങ്ങനെയായി. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണോ, മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്? നമ്മുടെ വയോളയാണ് സെസാരിയോ ആവുന്നത്. സെസാരിയോയ്ക്കാണ് ഒറിസിനോനെ ഇഷ്ടം, പക്ഷെ ഒറിസിനോയ്ക്ക് വയോളേനെയല്ല കേട്ടോ, നമ്മുടെ ഒലീവിയ, നമ്മുടെ പ്രിൻസസിനെയാണ് ഇഷ്ടം. പ്രിൻസസിനാണെങ്കിൽ സെസാരിയോനെയാണ് ഇഷ്ടം. അതൊരു ട്രയാങ്കിൾ പോലെയായി. ഇനി നമുക്ക് നമ്മുടെ സെബാസ്റ്റ്യൻ, ഇവൾ മരിച്ചു എന്ന് വിചാരിക്കുന്ന അവളുടെ ബ്രദർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ഇലാരിയോ കോസ്റ്റിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയോള സെസാരിയോ ആയിട്ട് മാറിയിട്ട് നമ്മുടെ സെബാസ്റ്റ്യനെ പോലെയാണ് ഇരിക്കുന്നത്. കാരണം ഇവർ ട്വിൻസ് ആണല്ലോ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സെബാസ്റ്റ്യൻ തിരിച്ചു വരുന്ന സമയത്ത് ഈ ആളുകളെല്ലാം സെബാസ്റ്റ്യനെ സെസാരിയോ ആയിട്ട് സെബാസ്റ്റ്യനാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സെബാസ്റ്റ്യൻ തിരിച്ചു വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് കാണിക്കാം. സെബാസ്റ്റ്യൻ നോട്ട് ഡിസ്ഗൈസ് ബട്ട് മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റി. എല്ലാവരും അത് സെബാസ്റ്റ്യനെ സെസാരിയോ ആയിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്.
അതിനൊരു ഇനി അതുകൊണ്ട് എന്താ ഉണ്ടാവും എന്ന് നോക്കാം. ലുക്ക് എക്സാക്ട്ലി ലൈക്ക് വയോള ബട്ട് ഈസ് അൺഅവെയർ ഓഫ് ദി കൺഫ്യൂഷൻ. അയാൾ വയോളനെ പോലെ ഉണ്ട്. അപ്പോൾ സെസാരിയോയിട്ട് മാറിയ സമയത്ത് സെബാസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ അയാൾക്ക് അറിയില്ല ഈ കാര്യങ്ങളൊന്നും. എല്ലാവരും അയാളെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഒലീവിയ മിസ്റ്റേക്സ് ഹിം ഫോർ സെസാരിയോ ആൻഡ് മാരീസ് ഹിം. ഒലീവിയ വിചാരിക്കും ഇത് സെസാരിയോ തന്നെയാണെന്ന് വിചാരിച്ച് സെസാരിയോനെ കല്യാണം കഴിക്കും. പക്ഷേ സെബാസ്റ്റ്യൻ അറിയില്ല കേട്ടോ ഈ കാര്യം, കല്യാണം കഴിക്കുന്നുണ്ട്. സെസാരിയോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ സെബാസ്റ്റ്യനെ കല്യാണം കഴിക്കും. സെൻ ആൻഡ്രൂ ആൻഡ് സർ ടോബി അറ്റാക്ക് ഹിം തിങ്കിങ് ഹീ സെസാരിയോ. നമ്മുടെ ആൻഡ്രൂവിനും അതുപോലെ തന്നെ ടോബിക്കും സെസാരിയനുമായിട്ട് ഭയങ്കര ദേഷ്യമുണ്ട്. അപ്പോൾ ഈ സെബാസ്റ്റ്യനെ കാണുമ്പോൾ ഇത് സെസാരിയോ ആണെന്ന് വിചാരിച്ചിട്ട് അവർ അറ്റാക്ക് ചെയ്യാനും പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലൊരു മിസ്റ്റേക്ക് ആൻഡ് ഐഡൻറ്റിറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫൈനൽ പാർട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. വയോള ആൻഡ് സെബാസ്റ്റ്യൻ റീയൂണൈറ്റഡ്. ഇവർ രണ്ടാളും കാണുന്നുണ്ട്, ഇവർ രണ്ടാളും മരിച്ചിട്ടില്ല, അങ്ങനെ ആ ട്വിൻസ് ആയിട്ടുള്ള അവർ റീയൂണൈറ്റ് ചെയ്യുന്നു. ഐഡൻറ്റിറ്റീസ് റിവീൽഡ്, അങ്ങനെ ഇവരുടെ ആ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നു. ഒലീവിയ റിയലൈസസ് ഷീ മാരീഡ് സെബാസ്റ്റ്യൻ നോട്ട് സെസാരിയോ. ഒലീവിയ റിയലൈസ് ചെയ്യുന്നു എന്താണ് അവൾ മാരി ചെയ്തിട്ടുള്ളത് സെസാരിയോനെ അല്ല സെബാസ്റ്റ്യനെയാണെന്ന്. ദെൻ ഒറിസിനോ ലേൺ സെസാരിയോ ഈസ് വയോള ആൻഡ് പ്രപ്പോസസ് മാരേജസ്. ഒറിസിനോ അറിയുന്നു, അവൻ തിരിച്ചറിയുന്നു എന്താ സെസാരിയോ ഒരാണല്ല, അവളൊരു പെണ്ണാണ്, വയോളയാണെന്നും അങ്ങനെ അവൾ പ്രപ്പോസ് ചെയ്യുന്നു. ദെൻ മാൽവോളിയോ അണ്ടർസ്റ്റാൻഡ് ഹി വാസ് സ്ട്രിക്ഡ് ബട്ട് ലീവ്സ് ആംഗ്രിയിൽ. അപ്പോൾ ഇതിൽ ഇടയ്ക്ക് മാൽവോളിയോൻ്റെ ഒരു കഥ കൂടി വരുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോർട്ടിലുള്ള ബാക്കി എല്ലാവരും കൂടെ അയാളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, എന്താ ഒലീവിയയ്ക്ക് ഇദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, ഒലീവിയേൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവളെ ചിരിപ്പിക്കാൻ പല പല വേഷങ്ങൾ കെട്ടുകയാണ്. ഇവൾ എഴുതിയ പോലെ ഒരു കത്തൊക്കെ കൊടുക്കും, ആ കത്തിൽ കുറേ വേഷം കെട്ടണം എന്നൊക്കെ പറയും, അതുപോലെയൊക്കെ ഇയാൾ കെട്ടി നടക്കും. പക്ഷേ ഇയാൾക്ക് അറിയില്ല ഇത് കടിപ്പിക്കുകയാണ്. ആ ഒരു കാര്യം കൂടെ നമ്മൾ എൻഡിൽ റിവീൽ ആവുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് എൻ ഹാപ്പി എൻഡിങ് ആൻഡ് ഇറ്റ് ഈസ് എ കോമിക് പ്ലേ. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ എസ്സേ നിങ്ങൾക്ക് ആൻസറായിട്ട് ഞാൻ ലാസ്റ്റിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങളത് വായിച്ച് നോക്കുക. ഓരോരോ പോയിൻ്റായിട്ട് ഇലാബറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങളിതുപോലെ സബ് ഹെഡിങ്സ് ഒന്നും കൊടുത്ത് എഴുതണ്ട, പാരഗ്രാഫ് തിരിച്ച് എഴുതിയാൽ മതി. ഇതിൽ മെയിൻ പോയിൻറ്റ്സ് അല്ല ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, ബോഡി പാരഗ്രാഫ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന ഒരു ഡിസ്കൈസ് നമ്മുടെ വയോള സെസാരിയോ ആയിട്ട് മാറുന്നതാണ്. ആ ഒരു കാര്യമാണ് പിന്നീട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നതും കോംപ്ലക്സ് ആയിട്ട് പ്ലോട്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ സെബാസ്റ്റ്യൻ്റെ തിരിച്ചു വരവും അപ്പോഴാണ് ഒന്നും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എസ്സേ സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്കത് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ അതുപോലത്തെ ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും പറയുക. ഞാനിതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് കണ്ടിട്ടില്ലെങ്കിൽ കയറി ചെക്ക് ചെയ്യുക. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.